ഇനി 22-ാം തീയതി ഷിഫ്റ്റ് 1-നകത്തെ 7th ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. 7th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അത് വെച്ചിട്ടുള്ള ചോദ്യമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ഈസി ആയിട്ട് നമുക്ക് 4 മാർക്ക് കിട്ടുമായിരുന്ന ചോദ്യം. റെഡി? ക്ലിയർ? നമുക്ക് എക്സുകൾ തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. റെഡി? അപ്പോൾ നമുക്ക് എന്തായാലും കെയുടെ വാല്യൂ ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? നമുക്കറിയാം ഈ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 1 കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? സോ പ്രോബബിലിറ്റി ഓഫ് സിഗ്മ ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. സോ എല്ലാം കൂടെ ആഡ് ചെയ്തേ. 2k, 3k, then 6k, then 8k plus k വരുമ്പോൾ നമുക്ക് 9k വരും. സോ 9k plus 2 7 8 then 9k square. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ നമുക്ക് 1 കിട്ടും. ഓക്കെ, റെഡി അല്ലേ മക്കളെ? സോറി, ഒന്നുകൂടെ നമുക്ക് നോക്കാമേ. k സ്ക്വയർ വരുമ്പോഴത്തേന് 2 1 3 ഓക്കെ 10 അല്ലേ? 10k സ്ക്വയർ വരുന്നത്. 9 10k സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് 10k സ്ക്വയർ പ്ലസ് 9k മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ നമുക്ക് ഇന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10ഉം ആഡ് ചെയ്യുമ്പോൾ 9ഉം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, യെസ്, നമുക്കറിയാം 9 കിട്ടും. സോ -1ഉം 10ഉമാണ്. -1 × 10 -10 ആണ്. ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. സോ നമ്മൾ ഇതിൻ്റെ കെ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ -1/10ഉം 1ഉം കിട്ടും. സോ k -1/10ഉം അതുപോലെ k + 1 ഈക്വൽ ടു 0 കിട്ടും. സോ ഇവിടുന്ന് കെയുടെ 2 വാല്യൂ നമുക്ക് എന്ത് കിട്ടും? k = 1/10 എന്നും കിട്ടും, k = 1/10 എന്നും കിട്ടും, k = -1 എന്നും കിട്ടും. ഈ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം പ്രോബബിലിറ്റി നെഗറ്റീവ് ആവത്തില്ല അല്ലേ? സോ ഇവിടെ k ഉണ്ട്, ഈ 2വിൻ്റെ പ്രോബബിലിറ്റി k ആണ്, അത് -1 അത് ആകുമില്ല, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ കെയുടെ വാല്യൂ നമുക്ക് 1/10 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യത്തിനകത്ത് എന്താ? പ്രോബബിലിറ്റി ഓഫ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 3 വേണ്ട, ദെൻ 3ന് ശേഷം പ്രോബബിലിറ്റി ഓഫ് 4 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 5 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 6 എടുക്കണം അല്ലേ? കാരണം 6 ഉണ്ടല്ലോ. അപ്പോൾ 4 5 6 4 5 6. അപ്പോൾ 2k സ്ക്വയർ പ്ലസ് k സ്ക്വയർ 3k സ്ക്വയർ 2k പ്ലസ് k 3k. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 3k സ്ക്വയർ പ്ലസ് 3k എന്ന് കിട്ടും. ഓക്കെ മക്കളെ, സോ 3 × k സ്ക്വയർ 1/100 പ്ലസ് 3/10. ഓക്കെ, സോ നമുക്ക് എത്ര കിട്ടും മക്കളെ? ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.33 എന്ന് കിട്ടും. 0.33 ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, റെഡി?